എപ്പിസോഡ് തുടങ്ങുന്നതിന് നമ്മളുടെ ഹനീനെ കാണിച്ചുകൊണ്ടാണ്. അവൾക്കാണെങ്കിൽ ഇപ്പം നല്ലതുപോലെ നാണക്കേടായിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവൾ ഹിരോഷി എടുത്ത് ഇഷ്ടം പറഞ്ഞ ആ സെക്കൻഡിൽ തന്നെ അവൻ്റെ വാളും കളഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ഓടിപ്പോയി. എന്നാൽ ഇവിടെയുള്ളൊരു ട്വിസ്റ്റ് ഉണ്ട്. യഥാർത്ഥത്തിൽ അത് ഹിരോഷി ആയിരുന്നില്ല, നമ്മളുടെ ഫ്യൂജി ആയിരുന്നു. എന്നാൽ ഇത് നമ്മുടെ ഹനയ്ക്ക് അറിയത്തില്ലല്ലോ. അവൾ അവിടെ ഇവൻ്റെ വാളും പിടിച്ചു വെച്ചിട്ട് വിചാരിക്കും ഞാൻ എന്ത് പൊട്ടത്തരമായി കാണിച്ചത്, അവൻ്റെ അടുത്ത് പോയി പറഞ്ഞാലോ ഞാൻ നിൻ്റെ അടുത്തല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞത്, പകരം ഈ വാളിൻ്റെ അടുത്തായെന്ന്. എന്നിട്ട് അവൾക്ക് തന്നെ മനസ്സിലാവും ഇതാണ് ഈ ലോകത്തിലെ ഏറ്റവും പൊട്ടത്തരമായിട്ടുള്ളൊരു ഐഡിയ എന്ന്. അങ്ങനെ അവളവിടെ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഹന നേരെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവിടെ എത്തുമ്പോൾ അവിടെ പുതിയൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അവിടെയായിട്ടൊരു കസ്റ്റമർ വന്നിട്ടുണ്ട്. അവർ വന്നിട്ട് പറയും അവിടെ ഓറഞ്ച് ഫ്ലേവറിലുള്ള ഒരു ചോക്ലേറ്റ് ഉണ്ട്. ആ ചോക്ലേറ്റ് കഴിച്ചിട്ട് അവർ പറയുന്നത് തന്നെ ഞാൻ പണ്ട് കഴിച്ചിരുന്നപ്പോൾ ഉണ്ടായ ആ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറേ അല്ല ഈ ഒരു ചോക്ലേറ്റിന്. ഇപ്പോൾ എനിക്ക് ആ ചോക്ലേറ്റ് തന്നെ വേണം. നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? കാര്യം എൻ്റെ സിസ്റ്ററും ഞാനുമാണ് ഇവിടെ നിന്ന് അത് കഴിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എല്ലാം അതിലുണ്ട്. ഇപ്പോൾ എൻ്റെ സിസ്റ്ററിനാണെങ്കിൽ ഒട്ടും വയ്യാണ്ട് കിടക്കുക. അവൾക്കാണെങ്കിൽ അങ്ങനെ വലുതായിട്ടൊന്നും കഴിക്കാനും തോന്നാറില്ല. ഞാനപ്പോൾ ആഗ്രഹിക്കുന്നത് തന്നെ എൻ്റെ സിസ്റ്ററിന് ഈ ഒരു ചോക്ലേറ്റ് ഗിഫ്റ്റായിട്ട് കൊടുക്കണമെന്ന്. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം. ഇത് കേൾക്കുന്നത് നമ്മുടെ ഫ്യൂജിക്കായിരുന്നാലും ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സിനായിരുന്നാലും കാര്യം മനസ്സിലാവും. എന്നാൽ അവർക്ക് ഇവളെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു റെസിപ്പി അറിയുന്ന ആരും ഇപ്പോൾ ഈ ലോകത്തില്ല. ആകെപ്പാടെ ഉണ്ടായിരുന്നത് ആ കടയുടെ ഓണറായിരുന്നു. അയാളിപ്പോൾ മരിച്ചു പോയില്ലേ. അങ്ങനെ ഇവരാണെങ്കിൽ ആ ഒരു ടൈമിൽ ഇവിടെ വർക്ക് ചെയ്തിരുന്ന സ്റ്റാഫുകളുടെ എല്ലാം ഡീറ്റെയിൽസ് എടുക്കും. അതിനകത്തൊരു ലേഡി ഉണ്ടായിരുന്നു. അവരിപ്പോൾ ജീവനോടെയുണ്ട്. അവരൊരു ഓൾഡ് ഏജ് ഹോമിലായിട്ടാണ് താമസിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഫ്യൂജിയും ടീമും ഒക്കെ ആയിരുന്നാലും അവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അവരുടെ അടുത്ത് കാര്യം പറയുന്നതും വീൽ ചെയറിലിരിക്കുന്ന അവർ ചാടി എഴുന്നേക്കും. സത്യം പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഒരുപാട് ദൂരെയാണ് അവർ നിൽക്കുന്നതെങ്കിലും അവർ ട്രെയിനൊക്കെ പിടിച്ചിട്ട് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ലേസേവിയറിൽ വരാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അങ്ങനെ അവർ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് ആ ഒരു സ്ഥലത്തായിട്ട് വരും. ഇവരവിടെ വന്നിട്ട് ഷെഫിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. എല്ലാവർക്കും നല്ലതുപോലെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ലേഡി ആയിരുന്നാലും നല്ലതുപോലെ വർക്ക് ചെയ്യും. അവരവിടെയാണെങ്കിൽ ഭയങ്കര ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഇവർ അവസാനം ആ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ഈ കസ്റ്റമറിനെ വിളിച്ചു കൊടുക്കും. അപ്പോൾ ആ കസ്റ്റമർ പറയും സോറി, ഞാൻ പറയുന്ന ആ ഒരു ടേസ്റ്റ് അല്ല ഈ ചോക്ലേറ്റിനുള്ളത്, ഇതിന് വേറൊരു രുചിയാണ് എന്ന്. ഇത് കേൾക്കുന്നതും ഈ ലേഡി ആയിരുന്നാലും ഭയങ്കരമായിട്ടങ്ങ് സങ്കടത്തിലാവും. അവർ വിചാരിക്കും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എനിക്ക് ആ ഒരു ടേസ്റ്റിനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന്. അവിടെയായിട്ട് നമ്മളുടെ ഫ്യൂജി ആയിരുന്നാലും ഹനയായിരുന്നാലും പറയും നമ്മളിനി എന്ത് ചെയ്യുമെന്ന്. അവിടെ നമ്മളുടെ ഫ്യൂജി പറയാൻ തുടങ്ങും സത്യം പറഞ്ഞാൽ ഈ ലേഡി പറയുന്നത് പോലെ തന്നെ എൻ്റെ ലൈഫിൽ ഒരു ചോക്ലേറ്റ് ഉണ്ട്. പണ്ട് എൻ്റെ അച്ഛനാണെങ്കിൽ എൻ്റെ ചേട്ടനെ വാങ്ങിച്ചുകൊണ്ടൊന്ന് കൊടുത്തതാണ്. യഥാർത്ഥത്തിൽ എൻ്റെ ചേട്ടന് സുഖം ഇല്ലാത്തതാണ്. അച്ഛനാണെങ്കിൽ ചേട്ടന് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ചേട്ടൻ എനിക്കത് അറിയാണ്ടൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ഫ്യൂജി ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കും. ഇപ്പം നമ്മളുടെ ഫ്യൂജിയും ഹനയും കൂടി ചേർന്നിട്ട് നമ്മളുടെ ആ വയസ്സായ ലേഡി ഇല്ലേ അവരെ തിരിച്ച് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാൻ ഒരുങ്ങുമായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ലേഡി അവിടെ റോഡിൽ വന്നിട്ട് പറയും എനിക്കിപ്പോൾ ഓർമ്മ വന്നു നിങ്ങൾ ഏതിനെ പറ്റിയായി പറയുന്നേ എന്ന്. സത്യം പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ നിൻ്റെ അച്ഛനാണെങ്കിൽ ലേസേവിൽ വന്നിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ചോക്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നിൻ്റെ ചേട്ടന് എന്തൊക്കെ അലർജീസ് ഉള്ളതുകൊണ്ട് നിൻ്റെ അച്ഛൻ തന്നെയാണ് ഇൻഗ്രീഡിയൻസ് തന്നത്. അവിടെ പാലിന് പകരം യൂസ് ചെയ്തത് സോയാ മിൽക്കായിരുന്നു. ഇപ്പോഴല്ലേ സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. ഇവിടെയായിട്ട് നമ്മളുടെ ഫ്യൂജി ആയിരുന്നാലും ഭയങ്കര സന്തോഷത്തിലാവും. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ അവിടെ വിളിച്ചിട്ട് അവൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെ അടുത്ത് പറയും സോയാ മിൽക്ക് വെച്ചിട്ട് ആ ഒരു ചോക്ലേറ്റിനെ ക്രിയേറ്റ് ചെയ്ത് നോക്കുക എന്ന്. യഥാർത്ഥത്തിൽ ക്ലൈൻ്റ് ആയിട്ടുള്ള ആ പെങ്കൊച്ചു വന്നിട്ട് പറഞ്ഞത് ഈ ഒരു ടൈമിൽ ക്രിയേറ്റ് ചെയ്ത ചോക്ലേറ്റിനെ പറ്റി തന്നെ ആയിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒന്നായിരുന്നു. അങ്ങനെ നമ്മളുടെ ഫ്യൂജിയും ഹനയും കൂടി ആ വയസ്സായ ലേഡീനെയാണെങ്കിൽ അവരുടെ ഓൾഡ് ഏജ് ഹോമിൽ വിട്ടിട്ട് തിരിച്ച് വരാനായിട്ട് ഒരുങ്ങും. അവരിപ്പോൾ ട്രെയിനിലാണ് ട്രാവൽ ചെയ്യുന്നത്. അവിടെയായിട്ട് ഫ്യൂജി വന്നിട്ട് നമ്മളുടെ ഹനേനെ നോക്കിയിട്ട് പറയും നീ കഴിഞ്ഞ ദിവസം ഒരാളുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, അത് യഥാർത്ഥത്തിൽ ഹിരോഷി ആയിരുന്നില്ല, പകരം ഞാനായിരുന്നു. അതുകൊണ്ട് തന്നെ നീ ഹിരോഷിയുടെ മുമ്പിലായിട്ട് നാണക്കേട് ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും പറഞ്ഞിട്ട് അവൻ നമ്മളുടെ ഹനേനെ നോക്കുമ്പോൾ അവൾ നേരത്തെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അവൾ നല്ല സുഖം ഉറക്കമാണ്. ഇത് കാണുന്നത് നമ്മളുടെ ഫ്യൂജി പറയും ഞാൻ നിന്റെ സത്യം പറഞ്ഞിട്ടുണ്ടേ, കേൾക്കാത്തത് നിന്റെ മിസ്റ്റേക്ക്, എൻ്റെ മിസ്റ്റേക്ക് അല്ല. ഇത്രയും പറഞ്ഞിട്ട് ഫ്യൂജി അവളുടെ തലയിലായിട്ട് തലയും വെച്ച് നല്ലതുപോലെ കിടന്നുറങ്ങും. രണ്ടുപേരും ഇതേപോലെയാണ് ട്രാവൽ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഫ്യൂജിക്കായിരുന്നാലും സ്വന്തമായിട്ട് ഫീൽ ചെയ്യും അവളുടെ കൂടെ ഇരിക്കുമ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയാണ്, അവൻ ഭയങ്കര കാമാണ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്യൂജി ആണെങ്കിൽ നമ്മളുടെ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. എന്നിട്ട് അവൻ അവിടെ വന്നിട്ട് പറയും എനിക്കിപ്പോൾ തോന്നുന്നത് ഞാൻ ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ടിയിട്ട് എന്നെ തന്നെ സ്വന്തമായിട്ട് മാറ്റണം എന്നാണ്. ഇത് കേൾക്കുന്നതും അവിടെ ഇരിക്കുന്ന വേറൊരു ലേഡി പറയും അയ്യോ നിന്റെ പറച്ചിൽ കേട്ടിട്ട് എനിക്കും എന്നെ തന്നെ ചേഞ്ച് ആക്കാൻ തോന്നുന്നു എന്ന്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഫ്യൂജിക്ക് ഇങ്ങനൊരു ഫീലിംഗ് വന്നത് തന്നെ ഭയങ്കര വലിയൊരു അത്ഭുതമാണ്. അവിടെയായിട്ട് ഇരിക്കുന്ന ഒരു ലേഡി ആണെങ്കിൽ പറയും ഞാനും എന്നെ ചേഞ്ച് ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്,
ഞാനൊരു വലിയ കള്ളിയാണ്, എനിക്ക് എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കാനായിട്ടാണ് തോന്നുന്നത് എന്നും പറഞ്ഞിട്ട് ആ ലേഡി അവിടെ ഇരുന്ന ആൾക്കാരുടെ എല്ലാം ഓരോരോ സാധനം അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ആ ലേഡി അവർക്കെല്ലാം തിരിച്ചു കൊടുക്കാൻ തുടങ്ങും. ഇതൊരു ഫണ്ണി മൊമെൻ്റ് ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഫ്യൂജി ആണെങ്കിൽ ആ ഡോക്ടറിനെയും കൊണ്ട് ഒരു ട്രീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തോട്ട് വിളിച്ചുകൊണ്ട് വരുന്നത്. അത് വേറെ എവിടെയല്ല, നമ്മളുടെ ഹിരോഷിയുടെ ആ ഒരു ക്ലബ്ബില്ലേ അവിടോട്ട് തന്നെയായിരുന്നു. ഈ ക്ലബ്ബ് കാണുന്നേ നമ്മുടെ ഡോക്ടർ പറയും ഞാനില്ലാന്നും പറഞ്ഞിട്ട് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകാനൊരുങ്ങും. എന്നാൽ ഹിരോഷി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഹിരോഷി താമസിക്കുന്നത് ആ ക്ലബിൻ്റെ അടുത്ത് തന്നെയാണ്. അവനവിടെ പറയും നിന്റെ കോട്ട് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, അത് നിനക്ക് വേണ്ടേ, വന്ന് വാങ്ങിക്ക്. അങ്ങനെ നമ്മളുടെ ഈ ഡോക്ടറാണെങ്കിൽ ഹിരോഷിയുടെ വീട്ടിലായിട്ട് ചെല്ലും. അവിടെ നമ്മളുടെ ഹിരോഷി പറയും എനിക്ക് നന്നായിട്ടറിയാൻ നിനക്ക് എന്നെ ഇഷ്ടമാ എന്ന്, പിന്നെ എന്തിനാ നീ എന്നെ ഇങ്ങനെ തള്ളിക്കളയുന്നേ എന്നും പറഞ്ഞിട്ട് അവൻ അവളുടെ അടുത്തോട്ട് വന്നിട്ട് അവളെ അങ്ങ് കെട്ടിപ്പിടിക്കും. ഇതൊക്കെയാണെങ്കിൽ താഴെ നിന്നിട്ട് നമ്മളുടെ ഹന കാണുന്നുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളാണെങ്കിൽ ഹിരോഷിയുടെ ഒരു സോഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടോട്ട് വന്നത്. ഇത് കാണുന്നേ നമ്മളുടെ ഫ്യൂജി വന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഹനയുടെ കണ്ണങ്ങ് പൊത്തിപ്പിടിക്കും. എന്താണെന്ന് വെച്ചാൽ അവളിത് കണ്ടിട്ട് ഹേർട്ട് ആവാൻ പാടില്ലല്ലോ. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ഹിരോഷിയും ആ ഡോക്ടറും ഇറങ്ങി വരും. അത് കാണുന്നേ നമ്മളുടെ ഫ്യൂജി ആയിരുന്നാലും നല്ലതുപോലെ നാണം കെട്ടിട്ടുണ്ടായിരുന്നു. അവൻ അവിടെയായിട്ട് എല്ലാവരും പറയും ഞാൻ ഇവളുടെ കൂടെ വന്നതാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് നിൽക്കുന്നേ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹിരോഷിക്കൊന്നും മനസ്സിലാവത്തില്ല. അവിടെയായിട്ട് നമ്മളുടെ ഫ്യൂജി പറയും ഞാൻ ഇവളിൽ ഇൻട്രസ്റ്റഡ് ആണ്, ഞാൻ പറഞ്ഞ പെൺകുട്ടി ഇവളാണ്. ഇത് കേൾക്കുന്നേ എല്ലാവരും ഷോക്കായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹനയായിരുന്നാലും അന്തം വിട്ട് നോക്കിയിരിക്കും. അവൾ വിചാരിക്കും ഇവനിപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞേ എന്ന്. അങ്ങനെ നമ്മളുടെ ഹനയാണെങ്കിൽ ഫ്യൂജിനെ വിളിച്ചുകൊണ്ടുവന്നിട്ട് ചോദിക്കും നീ ഇപ്പോൾ എന്തുവാ പറഞ്ഞത്? അപ്പം നമ്മളുടെ ഫ്യൂജി പറയും ഞാൻ പറഞ്ഞത് സത്യമാണ്, എനിക്ക് നിന്നിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ അതൊരു എംപ്ലോയി എന്നുള്ള നിലയ്ക്കാണ്. നിന്റെ മെൻ്റൽ ഹെൽത്തിനെ നല്ലതുപോലെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നീ ഹിരോഷിയുടെ മുമ്പിൽ നാണം കിടേണ്ട ആവശ്യമൊന്നുമില്ല. അന്ന് നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വന്നത് ഹിരോഷിയല്ല, പകരം ഞാനായിരുന്നു. ഈ സോഡ് എൻ്റെയാണ്. ഇത്രയും പറഞ്ഞിട്ട് നമ്മളുടെ ഫ്യൂജി വേഗം തന്നെ ആ സോഡ് വാങ്ങിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് മുങ്ങിക്കളയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ഹന ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുകയായിരുന്നു. അവൾ തന്നെ വിചാരിക്കും ഇവിടെ ഇതെന്തായി നടക്കുന്നേ എന്ന്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഡോക്ടർ ഐറീനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ഒരു ബാറിലായിട്ടിരുന്നിട്ട് ഹിരോഷി എടുത്ത് അവളുടെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അവളവിടെ പറയും നിനക്ക് എന്നോടൊന്നും തോന്നരുത്, സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ലവിനും അതേപോലെ മാരേജിനൊന്നും ഒരു ഇമ്പോർട്ടൻസും കൊടുത്തിട്ടില്ല. എനിക്ക് അതിനോടൊക്കെ ദേഷ്യമാണ്. ഇതിൻ്റെ മെയിൻ റീസൺ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ തന്നെയാണ്. എൻ്റെ അമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പ്രേമിച്ച് നടക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ അമ്മയുടെ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ പോയി, അത് എന്നെ കളഞ്ഞിട്ട് അന്ന് തൊട്ടേ ഞാൻ ഇതിനെയൊക്കെ വെറുക്കാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലൊന്നും ഒട്ടും ഇൻട്രസ്റ്റ് അല്ല. നീ എത്രയൊക്കെ ശ്രമിച്ചാലും അത് മാറ്റിയെടുക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നീ എന്നെ മറക്കുന്നതായിരിക്കും നല്ലത്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹിരോഷിക്ക് നല്ല വിഷമം വരും. അപ്പോൾ അവൻ ചോദിക്കും പിന്നെ എന്തിനാ നീ എന്ന് എൻ്റെ ബാറിലോട്ട് വന്നത്? അവൾ പറയും അതൊരു കോയിൻസിഡൻസ് ആയിരുന്നു. ഇനി ഒരു പക്ഷേ ഇതേപോലത്തെ കോയിൻസിഡൻസ് കാരണം നമ്മളിനി വീണ്ടും വീണ്ടും കണ്ടുവന്നിരിക്കുക, അതിലൊന്നും എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ ഭാഗം നല്ലതുപോലെ ക്ലിയർ ആക്കി പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അവിടെയായിട്ട് നമ്മളുടെ ഫ്യൂജി വന്നിട്ട് എല്ലാവരും പറയും നമുക്ക് എല്ലാവർക്കും ഒരു ട്രിപ്പ് പോവാം, നിങ്ങളെല്ലാവരും റെഡി അല്ലേ? ഇത് കേൾക്കുന്നേ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവിടെയായിട്ട് ഫ്യൂജി പറയുന്നുണ്ട് ആ ട്രിപ്പിലാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, നമുക്ക് പുതിയൊരു റെസിപ്പി തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഇത് കേൾക്കുന്നേ എല്ലാവരും ഭയങ്കര സന്തോഷിക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ നമ്മളുടെ ഫ്യൂരി ആണെങ്കിൽ നമ്മുടെ ഹിരോഷിനെയും വിളിക്കും. ആദ്യമേ അവന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവരേത് സ്ഥലത്താണ് പോകുന്നത് എന്ന് കേൾക്കുന്നത് അവന് പെട്ടെന്ന് ഓർമ്മ വരും. നമ്മളുടെ ഡോക്ടർ ഐറീൻ ആയിരുന്നാലും ഒരാഴ്ചത്തേക്ക് ഇതേപോലൊരു ട്രിപ്പിന് പോയിരിക്കുക എന്ന്. അതുകൊണ്ട് തന്നെ അവൻ വേഗം തന്നെ വരാൻ വേണ്ടിയിട്ട് റെഡിയാവും. അങ്ങനെ ഇവരെല്ലാവരും കൂടി നല്ലതുപോലെ എൻജോയ് ചെയ്തിട്ട് ആ ഒരു സ്ഥലത്തായിട്ട് എത്തും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാവൻഡറിൻ്റെ പൂന്തോട്ടമുള്ള ഒരു സ്ഥലമായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ വേണ്ടിയിട്ട്. അവിടെയായിട്ട് നമ്മളുടെ ഹിരോഷി വന്നിരിക്കുന്നതും നമ്മളുടെ ഹനയും അവൻ്റെ അടുത്തായിട്ട് വരും. എന്നിട്ട് അവൻ്റെ അടുത്ത് സോറി പറയും. അവളവിടെ പറയും 2 തവണ ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചില്ലേ, എന്നോട് നീ ക്ഷമിക്കണം. യഥാർത്ഥത്തിൽ അന്നത്തെ ആ ഡേറ്റിൻ്റെ പെങ്കൊച്ച് വേറെ ആരുമല്ല, അത് ഞാൻ തന്നെയായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹിരോഷി പറയും ഓ അതൊന്നും കുഴപ്പമില്ല, ഞാൻ നിന്നെ ക്ഷമിച്ചിരിക്കുന്നു എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ഹനയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹിരോഷി പറയും അല്ലെങ്കിൽ നിങ്ങളുടെ പേര് സൂപ്പറാണ് എന്നും പറഞ്ഞിട്ട് അവൻ ചൂണ്ടിക്കാണിക്കുന്ന നമ്മളുടെ ഫ്യൂജിനെ തന്നെ. സത്യത്തിൽ ഫ്യൂജിക്കാണെങ്കിൽ ഇങ്ങനെ മണ്ണും ചെളിയൊന്നും അവൻ്റെ കാലിലൊന്നും പറ്റുന്ന ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവൻ കാലിൽ പ്ലാസ്റ്റിക് കവറും കെട്ടിയിട്ടാണ് ആ പരിസരത്തായിട്ട് നിൽക്കുന്നത്. അവൻ യഥാർത്ഥത്തിൽ ഇതിനകത്ത് കയറുന്നത് പോലുമല്ല. എന്നാൽ നമ്മളുടെ ഹനയും ഹിരോഷി എന്ത് പറയുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒളിച്ചും പാത്തും കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇത്ര റിസ്ക് എടുത്തിട്ട് ആ പൂന്തോട്ടത്തിൻ്റെ നടുക്കായിട്ട് കയറി നിൽക്കുന്നത്. അത് കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ഹനയാണെങ്കിൽ പറയും അയ്യോ അവൻ എൻ്റെ ലൈനൊന്നും അല്ല, ഞങ്ങൾ തമ്മിൽ റിലേഷനിലും അല്ല, എനിക്ക് വേറൊരാളെയാണ് ഇഷ്ടം. ഇത് അവളുടെ വായിൽ നിന്ന് അറിയാണ്ട് വീഴുന്നതാ. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹിരോഷി ആണെങ്കിൽ ഞെട്ടിയിട്ട് ചോദിക്കും അതാരാ എന്ന്. അപ്പോൾ അവൾ പറയും ഓ അതിന് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരു അൺറിക്വയർഡ് ആയിട്ടുള്ള ലവ് ആ എന്ന്. ഇത് കേൾക്കുന്ന ഹിരോഷി അവളെ ഉപദേശിക്കും. അവനാണെങ്കിൽ സത്യം പറഞ്ഞാൽ വൺ സൈഡ് ലവ് ഒട്ടും ഇഷ്ടമല്ല. അവനവിടെ പറയുന്നത് തന്നെ
അങ്ങനൊരു സാധനം നീ വെച്ചുകൊണ്ടിരിക്കാത്തതാണ് നല്ലത്. അത് നമ്മളെ തന്നെ ടോർച്ചർ ചെയ്യുന്നത് പോലെ. പക്ഷേ നിന്നെ സംബന്ധിച്ച് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ഉണ്ട്, അത് ഫ്യൂജി തന്നെയായിരിക്കും. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹനയാണെങ്കിൽ വലിയ മൈൻഡൊന്നും ആക്കത്തില്ല. പിന്നീട് ഇവരാണെങ്കിൽ ഒരു ട്രക്കിംഗ് ഒക്കെ പോയിട്ടൊക്കെ വരുന്നത് നമ്മളുടെ ഹിരോഷി ഇവിടെ എല്ലാവർക്കും പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഹനേനെയും ഫ്യൂജിനെയും ഒരുമിച്ച് ഒറ്റയ്ക്കാക്കാം, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാമെന്നും പറഞ്ഞിട്ട് നമ്മളുടെ ഹിരോഷിയാണെങ്കിൽ വണ്ടിക്കകത്ത് കയറി കഥ അടയ്ക്കും. എന്നിട്ട് അവൻ അവിടെ ഫ്യൂജി എടുത്ത് പറയും, നീ ഹനയായിട്ട് അങ്ങ് വന്നാൽ മതി എന്ന്. അങ്ങനെ നമ്മളുടെ ഫ്യൂജിയും ഹനയും കൂടി ഒരുമിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും. ഇവിടെയായിട്ട് നമ്മളുടെ ഫ്യൂജി ആണെങ്കിൽ ഹനേനെയും കൊണ്ട് പ്രത്യേക സ്ഥലത്ത് വരും. അവിടുത്തെ സീനറി കാണാൻ ഭയങ്കര സൂപ്പറായിരുന്നു. അങ്ങനെ അടുത്ത് വന്ന് നോക്കുമ്പോഴേ മനസ്സിലാവുന്നേ ഈ സീനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹനയുടെ ഫോണിലുണ്ടായിരുന്ന അതേ വാൾപേപ്പറാണ് എന്ന്. ഇത് കണ്ടിട്ട് നമ്മുടെ ഹനയും ഭയങ്കര ഷോക്കായിട്ട് നിൽക്കും. അവളോട് പറയും, ഈ സ്ഥലത്തിൻ്റെ ഫോട്ടോ എനിക്ക് എടുത്ത് അയച്ചു തന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ്. അച്ഛൻ ഇങ്ങനെ കറങ്ങി നടക്കുന്നതും ട്രാവൽ ചെയ്യുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെയാണ് ഏറ്റവും വലിയ ക്രേസ്. അതുകൊണ്ട് എന്താ അച്ഛൻ ഫാമിലീനെ പോലും കളഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയും. അവിടെ അവളാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവളവിടെ നമ്മുടെ ഫ്യൂജി എടുത്ത് പറയും, എൻ്റെ അച്ഛൻ എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും ചോക്ലേറ്റ്സ് തരും, അതുകൊണ്ടാണ് ഞാൻ അവസാനം ഒരു ചോക്ലേറ്റ് മേക്കർ ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചത് തന്നെ. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഫ്യൂജി പറയാൻ തുടങ്ങും, സത്യം പറയാലോ നീ നിന്നെ തന്നെ ഒരുപാട് ചെറുതായിട്ടാണ് കാണുന്നത്, പക്ഷേ നീ വിചാരിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ അഡോറബിളാണ്. എനിക്ക് നിന്നെ കാണുമ്പോൾ നല്ലതുപോലെ സന്തോഷം ഫീൽ ചെയ്യാറുണ്ട്. നിന്നെ കാണുമ്പോഴാണ് ഞാൻ മനസ്സ് തുറന്നൊന്ന് ചിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ആന ഭയങ്കരമായിട്ട് ഞെട്ടി നിൽക്കും. അതേപോലെ തന്നെ നമ്മളുടെ ഫ്യൂജി പറയാൻ തുടങ്ങും, ചില സമയത്ത് നീ ഭയങ്കര ഇറിറ്റേറ്റീവ് ആക്കാറുണ്ട്, നിന്റെ ആ ഒരു ദേഷ്യമൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ തന്നെ പേടിച്ച് നിൽക്കാറുമുണ്ട്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹന ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹിരോഷിനെ അതേപോലെ ഡോക്ടറിനെയാണ്. ഇവിടെ ഹിരോഷിയാണെങ്കിൽ നമ്മളുടെ ഡോക്ടറിൻ്റെ മൈൻഡിൽ കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഡോക്ടർ ഐറീൻ ആണെങ്കിൽ എല്ലാ തവണത്തെയും പോലെ തന്നെ ഇവനെ ഇത്തവണയും പകുതി വഴി വെച്ചിട്ടങ്ങ് ഇട്ടിട്ട് പോകും. പിന്നീട് കാണിക്കുന്ന ഇവരെല്ലാവരും നൈറ്റ് ടൈമിൽ പാർട്ടി ചെയ്യാൻ നേരത്ത് നമ്മുടെ ഹനയായിരുന്നാലും നല്ലതുപോലെ ഡ്രിങ്ക് ചെയ്യുന്നതാ. ഇതൊക്കെ കാണുന്നേ ഫ്യൂജിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ടായിരുന്നു. അവൾ അങ്ങനെ ലിഫ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് വരുന്നതും നമ്മളുടെ ഫ്യൂജി അവളുടെ കൂടെ തന്നെ വന്ന് കയറും. കാര്യം ഇവളിന് വേറെ വല്ല ഫ്ലോറിലും ഇറങ്ങി പോയാലോ. അങ്ങനെ നമ്മുടെ ഫ്യൂജി ആണെങ്കിൽ ഇവളുടെ കൂടെ നിന്നിട്ട് ഇവൾ ഏത് ഫ്ലോറിലാണോ നിൽക്കുന്നത് അവിടെയായിട്ട് കൊണ്ടാക്കും. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ തന്നെ ഇവർ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. എന്നാലും ഇവിടെ നമ്മളുടെ ഫ്യൂജി ആണെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരെയും കൊണ്ട് ഒരു സ്ഥലത്തായിട്ട് വരും. ആ സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ലേസി ഏവിയറിൽ മുന്നേ വർക്ക് ചെയ്തിരുന്ന സീനിയർ ഷെഫ് ഒരാളുണ്ട്. ആ ലേഡീനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അവരിപ്പോൾ റിസൈൻ ചെയ്തിട്ട് വീട്ടിലായിട്ടാണ് നിൽക്കുന്നത്. ഇവരെ കാണുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവും. സത്യം പറഞ്ഞാൽ ഇവർക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവർ സ്വന്തമായിട്ട് റിസൈൻ ചെയ്തത്. അവിടെയായിട്ട് നമ്മളുടെ ഫ്യൂജി ആയിരുന്നാലും പറയും, ഇവരുടെ ചികിത്സയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവും. അതേപോലെ തന്നെ ഈ ലേഡി വന്നിട്ട് നമ്മളുടെ ഹനയുടെ അടുത്ത് പേഴ്സണലി സംസാരിക്കാൻ തുടങ്ങും. അവർ പറയും, എനിക്ക് നല്ലതുപോലെ അറിയാം, നീയല്ലേ ആ അനോണിമസ് ആയിട്ടുള്ള ഷെഫ്. യഥാർത്ഥത്തിൽ നിന്റെ പുറകുവശം ഞാൻ കുറേ തവണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് നല്ലതുപോലെ മനസ്സിലായി നീ തന്നെയാ പെൺകുട്ടിയാണ്. എന്തൊക്കെയായിരുന്നാലും നീ ഇനിയും കുറേ നാളത്തേക്ക് അനോണിമസ് ആയിട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ കയ്യിൽ ഒരുപാട് നല്ല ടാലൻ്റ് ഉണ്ട്, നീ അതിനെ യൂസ് ചെയ്യുക തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ആ ലേഡി നമ്മളുടെ ഹനേനെ നല്ലതുപോലെ ഉപദേശിക്കും. ഹനയ്ക്കായിരുന്നാലും ഇപ്പം ഇവരുടെ കൂടെയൊക്കെ ഇടപഴകിയിട്ട് കുറേയൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അവളാണെങ്കിൽ നല്ലതുപോലെ ഇവരുമായിട്ട് മിങ്കിളാവാനും ട്രൈ ചെയ്യുന്നുണ്ട്. ഇവക്കാണെങ്കിൽ ഇപ്പോൾ ഇവരുടെ കണ്ണിൽ നോക്കാൻ പറ്റത്തില്ല എന്നേ ഉള്ളൂ. അവരുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. എല്ലാവരും അവളെ നല്ലൊരു ഫ്രണ്ടിനെ പോലെ തന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഫ്യൂജീനെയാണ്. അവനിപ്പോൾ വലിയൊരു ന്യൂസ് അറിഞ്ഞിട്ടുണ്ട്. അവൻ്റെ അച്ഛൻ വന്നിട്ട് പറയും, നീ ലേസേവിയല്ലേ റെസിപ്പീസിനെ എല്ലാം കൈക്കലാക്കണം, എന്നിട്ട് ആ കട അങ്ങ് പൂട്ടണം, നമുക്കിതിനെ നമ്മളുടെ കൺവീനിയൻസ് സ്റ്റോറിലായിട്ട് വെച്ചിരുന്നാൽ മതി. ഇത് കേൾക്കുന്നേ നമ്മുടെ ഫ്യൂജിക്ക് നല്ല സങ്കടമാവും. അവൻ പറയും, ആ ഒരു ബേക്കറിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്, അതൊരിക്കലും കൺവീനിയൻസ് സ്റ്റോറിൽ ഇരിക്കേണ്ടതൊന്നല്ല, എന്തൊക്കെയായിരുന്നാലും അങ്ങനെ ചെയ്യരുത് എന്ന്. എന്നാൽ അവൻ്റെ അച്ഛനൊരു ബിസിനസ് മാൻ ആയതുകൊണ്ട് തന്നെ അതിനൊന്നും സമ്മതിക്കത്തില്ല. അവൻ്റെ അടുത്ത് ഈ കട പൂട്ടാൻ തന്നെയാണ് പറയുന്നത്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഐറീനെയാണ്. അവൾക്കാണെങ്കിൽ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് നമ്മളുടെ ഹനയുടെ ആയിരുന്നാലും ഫ്യൂജിയുടെ ആയിരുന്നാലും അതേപോലെ തന്നെ ഹിരോഷിയുടെ ആയിരുന്നാലും ഇടയിലൊരു ലവ് ട്രയാങ്കിളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ഇനി ഹനയെ ട്രീറ്റ് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല എന്ന്. അക്കാര്യം നമ്മളുടെ ഹനയുടെ അടുത്ത് അവൾ ഡയറക്റ്റ് പറയുകയും ചെയ്യും, ഇനി എനിക്ക് നിന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെ ഇക്കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഹന നേരെ വരുന്നത് ഹിരോഷിയുടെ അടുത്താണ്. ഇവിടെ അവനാണെങ്കിൽ നമ്മളുടെ ഐറീൻ്റെ കാര്യത്തിൽ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. ഇവിടെ നമ്മളുടെ ഹന അവൻ്റെ അടുത്ത് ഓരോന്ന് പറയാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. എന്നാൽ ഹിരോഷിയാണെങ്കിൽ അവൾ ഐറീനാണെന്ന് പറഞ്ഞിട്ട് അവളെ കയറിയങ്ങ് കെട്ടിപ്പിടിക്കും. എന്നിട്ട് ചോദിക്കും, നീ എന്താ എന്നെ തിരിച്ച് സ്നേഹിക്കാത്തേ എന്ന്. അതേസമയം തന്നെ നമ്മളുടെ ഫ്യൂജി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഹനയും ഇവനും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കണ്ടിട്ട് നമ്മുടെ ഫ്യൂജിയും ഭയങ്കര ഡിപ്രസ്ഡ് ആവും. അവനും വിഷമിച്ച് അവിടെ നിന്ന് അങ്ങ് പോവും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.